നമ്മളന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് നമ്മൾ സാധനം കണ്ടത് ചോക്ലേറ്റ് സാധനം നല്ലോണം വാങ്ങണം. അപ്പോൾ യമനികളൊരു അലുവ ഉണ്ട്, വെറൈറ്റി അലുവ. ഇത് 2-3 ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നോട് മൂപ്പരാക്കെ പറഞ്ഞു ഇതൊന്നും എന്നെ കൊണ്ട് തിന്നാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നോക്കാമല്ലോ, ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പരിപ്പുവടിയും വത്തക്കവെള്ളം. നാട്ടിൽ വത്തക്കവെള്ളം ഒന്നും കുടിച്ചാത്ത മനുഷ്യന്മാരാണ് ഇവിടെ വന്നിട്ട് ഈ സാധനം കുടിച്ചിന്, അത് വേറെ കാര്യം. അങ്ങനെ പരിപ്പട എടുത്ത്, പരിപ്പട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പരിപ്പടയാണ്. പിന്നെ വത്തക്കവെള്ളം പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മളെ നാട്ടിലത്തെ മാതിരി തന്നെ ഉണ്ട്. ചായ ഉണ്ട്, പിന്നെ കുറേ ചായ ഇപ്പോൾ അവിടെ നിന്ന് കുടിച്ചതാണ്. പിന്നെ അവക്കപ്പാടെ കയറി ചായ കുടിച്ചിട്ടുണ്ടല്ലേ അയച്ച്. അങ്ങനെ ഏതായാലും വത്തക്കവെള്ളം അങ്ങനെ വലിയ ഇതിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഈ ബഫയിലൊക്കെ ഉണ്ടാവില്ല, ആ ഒരു സിസ്റ്റത്തിലാണ് ഇവിടെ സാധനം കൊടുക്കണത്. അങ്ങനെ ഏതായാലും ഇതൊന്നും ഞാനല്ലട്ടോ പൈസ കൊടുത്തത്, ഇതൊക്കെ അൻവറിൻ്റെ വകയായിരുന്നു. അൻവറിനെ കണ്ടിന്, അപ്പോൾ അൻവറിൻ്റെ വകയാണ് എല്ലാം പോകട്ടെ. പിന്നെ മുട്ടായി ഞാനാട്ടോ, മുട്ടായി കൊടുത്ത് തിന്ന് എൻ്റെ മോനെ കാസറ്റിൻ്റെ ചോയ. ഈ സാധനം തിന്നാൻ കഴിച്ചില്ല നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇങ്ങോട്ട് ആൾക്കാരുള്ള ചോക്ലേറ്റ് വന്നത് അടിച്ച് മിനി തിന്നാ. മുപ്പരൊക്കെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ വലിയ ഡയലോഗ് അടിച്ച് വാങ്ങിയതേനി. എൻ്റെ അമ്മോ, കാസറ്റിൻ്റെ ചോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചോയ, എൻ്റെ അമ്മോ, അത് തിന്ന് കഴിഞ്ഞാൽ പിന്നെ കുത്തത്ത് ചത്തിക്കേണ്ടി വരും. വേറെ പ്രശ്നം ഈ പ്രശ്നമൊന്നും, ഇതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം.